കലം 700 വർഷങ്ങളെ കൊണ്ടാണ് ഇത് എഴുതി പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സമുദായത്തിൽ ആരെങ്കിലും ഒരു തവണ ചൊല്ലിയാൽ 700 വർഷത്തെ ഇബാദത്തിന്റെ ആരാധന ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെഴുതിയ കടലാസിന്റെ കഷ്ണം നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടാൽ പോലും ആദരവോടുകൂടെ ആരാണോ ഇതെടുത്ത് സൂക്ഷിക്കുന്നത് അവർ നാളെ പരലോകത്ത് സിദ്ദീഖീങ്ങളോടുകൂടെയാണ് എന്നാണ്. 35 പ്രാവശ്യം ഇതെഴുതിയ കടലാസ് സ്വന്തം ശരീരത്തിൽ അത് ചുമന്ന് നടക്കുകയോ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്താൽ ഏത് കൊടിയ ശൈത്വാനിന്റെയും ജിന്നിന്റെയും പൈശാചികോപദ്രവങ്ങൾ ഭൂതപ്രേതാദികൾ തുടങ്ങിയ ശർറിൽ നിന്ന് വലിയ കാവല് ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. 1000 തവണയാണ് ഇതെഴുതിയത് ആരെങ്കിലും സൂക്ഷിച്ച് കൈവശം ചുമന്ന് നടക്കുകയാണെങ്കിൽ ഈ ഭൂമി ലോകത്തുള്ള സകല ശത്രുക്കളുടെ ശർറിനെ തൊട്ടും ആ എഴുതി സൂക്ഷിച്ചത് അവന് വലിയ കാവലാകും എന്നുള്ളതാണ്. 70 പ്രാവശ്യം ഇത് എഴുതിയിട്ട് കഫം പുടവയിൽ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഖബറിന്റെ ശിക്ഷയെ തൊട്ട് അവന് വലിയ കാവല് ലഭിക്കും എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്രയും മഹത്തായ ഒരു ആയത്തിനെ കുറിച്ചാണ്. നമുക്കൊക്കെ അറിയാം കലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പുതിയ അറിവുകൾ, ഇതുവരെ ലഭിക്കാത്ത അറിവുകൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് താഴെ എഴുതി അറിയിക്കണം. അപ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു കലം, എല്ലാം എഴുതി വെക്കുന്ന കലമുണ്ടല്ലോ, പേന, കലമിനെ അല്ലാഹു പടച്ചത് 100 സന്ധികളോടുകൂടെയാണ്. 100 സന്ധികൾ, 100 ജോയിന്റുകളോടുകൂടെയാണ്. ഓരോ 2 ജോയിന്റുകൾക്കിടയിലും 500 വർഷം യാത്ര ചെയ്യാനുള്ള വഴി ദൂരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് ഗാംഭീര്യത്തോടുകൂടെ ഒന്ന് നോക്കിയപ്പോൾ ആ കലം പിളർന്നു എന്നുള്ളതാണ്. അല്ലാഹു ആ കലമിനോട് അരുളി, ലൗഹിൽ ഖിയാമത്ത് നാൾ വരെ നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും എഴുതുവിൻ എന്ന് കലമിനോട് അരുളിയപ്പോൾ കലം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങേണ്ടത്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബിസ്മി കൊണ്ട് എഴുതി തുടങ്ങുക എന്ന്. അങ്ങനെ കലം ബിസ്മി പൂർണ്ണമായും എഴുതി അവസാനിപ്പിച്ചത് 700 വർഷങ്ങളെ കൊണ്ടാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബിസ്മി എന്ന് എഴുതുമ്പോ സീൻ എന്ന അക്ഷരം എഴുതുമ്പോ അതിൽ 3 കുനിപ്പുകളുണ്ട്, 3 ഷാർപ്പായ ഭാഗങ്ങളുണ്ട്. ആ 3 ഷാർപ്പിലെ ഭാഗം ഒന്ന് അർശിലേക്കും മറ്റൊന്ന് കുർസിലേക്കും മറ്റൊരു സ്ഥലത്തേക്കുമാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രകാശങ്ങളും ആ പ്രതിഫലങ്ങളൊക്കെ ആ ബിസ്മി ചൊല്ലുന്ന സമയത്ത് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് കൃത്യമായി പഠിക്കാം. ഇതുകൊണ്ടുള്ള അമലുകൾ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഇല്ലാത്ത ചില വിശേഷങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ബിസ്മിയുടെ ഈ പറയാൻ പോകുന്ന ദുആ ഒരു നിശ്ചിത സമയം, ബിസ്മിയുടെ ദുആ ആണത്. ബിസ്മിയുടെ ദുആ അതൊരു നിശ്ചിത എണ്ണം നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ്. ആ ദുആ നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് പറയുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ടും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആദ്യം ആത്മാർത്ഥത ലഭിക്കാൻ വേണ്ടി ബിസ്മിയെ കുറിച്ച് ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു കലമിനെ പടച്ചത്, കലം ലൗഹ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കലമാണല്ലോ എല്ലാ കാര്യങ്ങളും. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചൊക്കെ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി എഴുതി വെച്ചത് കലമാണ്, ലൗഹിലാണ് എഴുതിയിട്ടുള്ളത്. ആ ലൗഹിൽ മഹ്ഫൂദിൽ നമ്മെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. 2025 ഫെബ്രുവരി മാസം, മാർച്ച് മാസം 5-ാം തീയതി, 6-ാം തീയതി, 7-ാം തീയതി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എല്ലാം നേരത്തെ കൃത്യമായി അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചത് കലമാണ് എഴുതുന്നത്. ആ കലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കലമിനെ അല്ലാഹു സൃഷ്ടിച്ച ആ സമയം 100 സന്ധികളോടുകൂടെയാണ് കലമിനെ സൃഷ്ടിക്കുന്നത്. 100 ജോയിന്റുകളോടുകൂടെ. ഓരോ 2 സന്ധികൾക്കിടയിലും 500 കൊല്ലം യാത്ര ചെയ്യാനുള്ള വഴിദൂരമുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് വളരെയധികം ഗാംഭീര്യത്തോടുകൂടെ ഒന്ന് നോക്കിയപ്പോൾ അത് പിളർന്നു. അത്
പിളർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കലമിനോട് എഴുതാൻ വേണ്ടി പറഞ്ഞു. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു. എങ്ങനെയാണ് എഴുതേണ്ടത്? പുനരുദ്ധാരണ നാൾ വരെ, ഖിയാമത്ത് നാൾ വരെ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, എന്റെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും, ഈ ഭൂമി ലോകത്ത് ജനിച്ച എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി കലമിനെ സൃഷ്ടിച്ച് ലൗഹിൽ എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോ കലം ചോദിച്ചു അത്ര എങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടത് എന്ന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി തുടങ്ങേണ്ട രൂപം പറഞ്ഞു. ബിസ്മി കൊണ്ട് എഴുതി തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ കലം ബിസ്മി കൊണ്ട് എഴുതി തുടങ്ങാൻ ആരംഭിച്ചു. 700 കൊല്ലം കൊണ്ടാണ് കലം ബിസ്മി എഴുതി പൂർത്തിയാക്കിയത്. എത്ര വർഷങ്ങളെ കൊണ്ട്? 700 കൊല്ലങ്ങളെ കൊണ്ടാണ് കലം ആദ്യമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ആ മഹത്തായ ലോഹിൽ എഴുതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്റെ പ്രതാപവും മഹത്വവുമാണ് സത്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ ഒരു തവണ ബിസ്മി ചൊല്ലിയാൽ അവർക്ക് ഞാൻ 700 വർഷത്തെ ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം നൽകുമെന്നുള്ളത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അല്ലാഹു കലമും പിന്നെ ലൗഹം പടച്ചു. എന്നിട്ട് ലൗഹിനെ സമീപിക്കാൻ കലമിനോട് കൽപ്പിച്ചു. കലം പറഞ്ഞു, റബ്ബേ, അല്ലാഹു കലം അതിന് തയ്യാറായപ്പോ അല്ലാഹു പറഞ്ഞു, ലൗഹിൽ നീ ആദ്യം ബിസ്മി എഴുതുക എന്നുള്ളത്. ബിസ്മിയിലെ ബാ എന്ന് പറയുന്ന അക്ഷരം, അതാണല്ലോ ബിസ്മിയിലെ ആദ്യ അക്ഷരം ബാ ആണല്ലോ. ആ ബാ എഴുതിയപ്പോൾ അതിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടു എന്നുള്ളതാണ്. അദൃശ്യ ലോകത്ത് നമുക്ക് കാണാമറിയത്തുള്ള അർശ് മുതൽ ഭൂമിയോളം തേജസ്, പ്രകാശം വരുന്ന രൂപത്തിൽ അതിങ്ങനെ പരന്നു എന്നുള്ളതാണ്. അപ്പൊ കലം ചോദിച്ചു, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടോ? കലമിനോട് ലൗഹുൽ മഹ്ഫൂദിൽ ബിസ്മി എഴുതാൻ വേണ്ടി പറയുകയും ബിസ്മി എഴുതുമ്പോൾ അതിന്റെ ആദ്യത്തെ അക്ഷരമായ ബാ എഴുതിയപ്പോൾ അതിൽ നിന്നൊരു പ്രകാശം ഇങ്ങ് പുറപ്പെട്ടു എന്നുള്ളതാണ്. അത് അർശ് മുതൽ ഭൂമിയോളം അത് വ്യാപിച്ചു ആ പ്രകാശം. അപ്പൊ കലമിനൊരു സംശയം. കലം ചോദിച്ചു, ഇതെന്ത് ബാ ആണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിലുള്ളവരെ മോചിപ്പിക്കുന്ന ബാ ആണ്. ഇനി നീ സീൻ എന്ന അക്ഷരം എഴുതണമെന്ന് പറഞ്ഞു. ബാ കഴിഞ്ഞ് ബിസ്മി എഴുതുമ്പോ രണ്ടാമത്തെ സീൻ ആണല്ലോ. സീൻ എന്ന അക്ഷരം എഴുതിയപ്പോൾ അതിന്റെ കുനിപ്പുകളിൽ നിന്ന് 3 പ്രകാശങ്ങൾ പുറപ്പെട്ടു എന്നുള്ളതാണ്. ആ സീൻ എഴുതുമ്പോ 3 ഷാർപ്പായ ഭാഗങ്ങൾ കാണുന്നില്ലേ? ഇങ്ങനെ എഴുതുമ്പോ അതിലെ 3 ഷാർപ്പായ ഭാഗം കുനിപ്പുകളിൽ നിന്ന് 3 പ്രകാശങ്ങൾ പുറപ്പെട്ടു. അതിൽ ഒരു പ്രകാശം അർശിലേക്കാണ് പുറപ്പെട്ടത്, മറ്റൊരു പ്രകാശം കുർസിലേക്കാണ് പുറപ്പെട്ടത്, മറ്റൊന്ന് സ്വർഗത്തിലേക്കാണ് പുറപ്പെട്ടത്. കലം ചോദിച്ചു, അപ്പൊ അതിലൊന്ന് അർശിലേക്ക്, മറ്റൊന്ന് കുർസിലേക്ക്, മറ്റൊന്ന് സ്വർഗത്തിലേക്ക്. അതിങ്ങനെ പുറപ്പെട്ടു പറന്നകുന്നു എന്നാണ് ആ പ്രകാശം. അങ്ങനെ കലം ചോദിച്ചു, റബ്ബേ, എന്താണ് ഈ പ്രകാശങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കലമിനോട് പറഞ്ഞു, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളുടെ പ്രകാശമാണ്. അർശിലേക്ക് ഉയർന്ന പ്രകാശം അത് സാബിഖുകളുടെയും, കുർസിലേക്ക് ഉയർന്നത് അത് മധ്യപദവിക്കാരുടെയും, സ്വർഗത്തിലേക്ക് ഉയർന്ന പ്രകാശം അത് അവരിൽ നിന്നുള്ള പാപികളുടേതുമാണ്. ഇനി നീ മീം എന്നെഴുതുക. അങ്ങനെ മീം എഴുതിയപ്പോൾ അതിൽ നിന്ന് ശക്തിയായ പ്രകാശമാണ് പുറപ്പെട്ടത്. എത്രമേൽ ശക്തിയായ പ്രകാശമാണ്! നമ്മൾ നേരത്തെ ബാ എഴുതിയപ്പോൾ പുറപ്പെട്ട പ്രകാശം പോലെയല്ല, സീൻ എഴുതിയപ്പോൾ അതിന്റെ 3 കുനിപ്പുകളിൽ നിന്നും പുറപ്പെട്ട പ്രകാശം പോലെയുള്ള പ്രകാശമല്ല, അതിനേക്കാളും ശക്തിയുള്ള നല്ല ശക്തമായ പ്രകാശം അങ്ങ് പുറപ്പെട്ടു. അർശ് മുതൽ ഭൂമി വരെ ആകെ പ്രകാശപൂരിതമായി നിൽക്കുന്നു, തേജോമയമായി തീർന്നു. ഇത് കണ്ട് കലം അത്ഭുതത്തോടുകൂടെ മിഴിച്ചു നിന്നു. എത്ര വർഷം മിഴിച്ചു നിന്നെന്നറിയോ? 1000 വർഷം കലം അത്ഭുതത്തോടുകൂടെ അത്ഭുത പരതന്ത്രനായി നിന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബാ എഴുതിയപ്പോ, സീൻ എഴുതിയപ്പോ, എങ്ങനെ എഴുതിയപ്പോ മീം, പിന്നെ ബിസ്മി എന്നുള്ള മീമാണ്. ആ മീം എഴുതിയപ്പോ മുമ്പ് പ്രകാശം പുറപ്പെട്ടതിനേക്കാളും ശക്തമായ രൂപത്തിൽ പ്രകാശം പുറപ്പെട്ട് അത്ഭുത പരതന്ത്രനായി കലം 1000 വർഷം കലം എന്ത് ചെയ്തു? അത്ഭുതത്തോടുകൂടെ മിഴിച്ചു നിന്നു എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് കലം ചോദിക്കുകയാണ്,
ചോദിക്കുകയാണ്, ഇതെന്താണെന്ന് ചോദിച്ചപ്പോ അള്ളാഹു മറുപടി പറയുകയാണ്, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ്. അദ്ദേഹം ഹബീബായ തങ്ങള് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. എല്ലാ അംബിയാ മുർസലുകളുടെയും യജമാനനാണ്, റസൂലാണ്. ലോകങ്ങളെല്ലാം ഞാൻ പടച്ചത് അദ്ദേഹത്തിന് വേണ്ടിയാണ്, ആ ഹബീബിന് വേണ്ടിയാണ്, എന്റെ കൂട്ടുകാരന് വേണ്ടിയാണ്, ഞാൻ എന്റെ പ്രിയങ്കരനായ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അള്ളാഹു മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കലമിങ്ങനെ കൊതിച്ചു പോവാണ്. ആ അന്ത്യപ്രവാചകൻ എനിക്കൊരു സലാം പറയണമെന്ന്. അങ്ങനെ കലം അങ്ങ് സലാം പറയണം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ നൂറല്ലാഹ് എന്ന സലാം പറയുമ്പോ കലം സലാം അടക്കുന്നില്ല. ഹബീബായ തങ്ങള് സലാം ചൊല്ലി, ഹബീബിന് സലാം ചൊല്ലിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ ഹബീബായ തങ്ങള് ഭൗതിക ലോകത്തേക്ക് പൂജാതരായിട്ടില്ല. എന്നിട്ട് അള്ളാഹു ആ സലാം മടക്കി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാൽ ബിസ്മിയുടെ മഹത്വത്തിനെ കുറിച്ച് ചെറിയ രൂപത്തിൽ അതിന്റെ ലൗഹിൽ എഴുതിയപ്പോഴുള്ള ഉണ്ടായ ആ ഒരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ ബിസ്മി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തലവേദനക്ക് ശക്തമായൊരു മരുന്ന് ബിസ്മിയുമായി ബന്ധപ്പെട്ടതുണ്ട്. കൈസർ ചക്രവർത്തിയെ അറിയാലോ, മഹാനരായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈസർ ചക്രവർത്തി ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി. എന്താണ് എഴുതിയത്? എനിക്ക് മാറാത്ത തലവേദനയുണ്ട്, വിശ്വകരന്മാരെല്ലാം, ഡോക്ടേഴ്സ് എല്ലാം, വൈദ്യന്മാരെല്ലാം പരാജയം സമ്മതിച്ചിരിക്കുന്നു. ഞാൻ എല്ലാം കൊണ്ടും ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പരിഹാരമായിട്ടില്ല. എന്റെ തലവേദന എന്ന് പറയുന്ന രോഗം ശിഫയായിട്ടില്ല. അങ്ങയുടെ പക്കൽ എന്തെങ്കിലും ഒരു മെഡിസിൻ ഉണ്ടെങ്കിൽ, മരുന്നുണ്ടെങ്കിൽ എനിക്കത് കൊടുത്തയക്കണമെന്ന് കൈസറിന്റെ ചക്രവർത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതിയപ്പോ മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു തൊപ്പി കൊടുത്തയച്ചു എന്നുള്ളതാണ്. ആ തൊപ്പി അദ്ദേഹം ധരിക്കുന്ന സമയത്ത് തലവേദന എത്ര വലിയ തലവേദനയാണെങ്കിലും അത് നിൽക്കും. പക്ഷെ അത് തലയിൽ നിന്നെടുത്താൽ വീണ്ടും തലവേദനയുണ്ടാകും. ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോ ചക്രവർത്തിക്ക് വല്ലാത്ത അത്ഭുതം, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം തൊപ്പിയെടുത്ത് വിശദമായി പരിശോധിച്ചു നോക്കിയപ്പോ ആ തൊപ്പിക്കുള്ളില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചത് കാരണമായിട്ടാണ് ആ തലവേദന മാറിയത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത്ഭുത മന്ത്രമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. ഇത് തഫ്സീർ റൂഹുൽ ബയാനിന്റെ ആദ്യ ഭാഗത്തിൽ ഈ സംഭവം നമുക്ക് കാണാവുന്നതാണ്, വെറുതെ പറയുന്നതല്ല. ഇത് കിസ്റയുടെ ചക്രവർത്തിയുടെ ഒരു അനുഭവം മാത്രമല്ല, മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ അമീറായിട്ട് ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയപ്പോ നൈൽ നദിക്ക് ഒഴുക്ക് നിലച്ചതായിട്ട് മഹാനരായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഈ നൈൽ നദി ഇങ്ങനെ ഇത് ഒഴുക്ക് സ്തംഭിച്ചു നിൽക്കുന്നത് എന്താ ചോദിച്ചപ്പോ, ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സുന്ദരിയായ ഒരു ബാലികയെ, ഒരു പെൺകുട്ടിയെ ഈ നൈലിന് ബലി നൽകും. അങ്ങനെ ബലി നൽകുമ്പോ ഉടനെ അത് ഒഴുകും. കുട്ടിയുടെ രക്ഷിതാവിന്റെ അനുമതിയോടുകൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുള്ളത്. അവളെ അങ്ങ് നൈലിൽ കൊണ്ടിട്ടാൽ ഈ നിലച്ച നൈലങ്ങ് ഒഴുകി തുടങ്ങും എന്നുള്ളത്. മഹാനരായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഇതൊരു ദുരാചാരമാണല്ലോ, അനാചാരം, ഇതിന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. എന്നിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് കത്തെഴുതി ചോദിച്ചു, ഇതിന്റെ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഓ നൈൽ നദി, നീ ഒഴുകുന്നത് ആരുടെയും കൽപ്പന കൂടാതെയാണെങ്കിൽ ഞങ്ങൾക്ക് നിന്നിൽ ഒരു ആവശ്യവുമില്ല. അല്ലെങ്കിൽ നീ ഉടനെ അള്ളാഹുവിന്റെ അനുമതിയോടെ ഒഴുകണം എന്ന് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പങ്ങ് നൈൽ നദിയിലൂടെ അങ്ങ് ഒഴുക്കിയിട്ടപ്പോൾ അതങ്ങ് ഇടാനായിരുന്നു കൽപ്പന ഉണ്ടായിരുന്നത്. ഉടനെ ആ നദി അങ്ങ് ഒഴുകാൻ തുടങ്ങുകയും ദീർഘകാലമായി ആചരിച്ചു കൊണ്ടുവന്നിരുന്ന ആ ഒരു ദുരാചാരം എടുത്തു പോവുകയും ചെയ്തു. നൈൽ നദിക്ക് ഒരു പെൺകുട്ടിയെ ബലി നൽകുക എന്നുള്ള ദുരാചാരം എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. ബിസ്മിയുടെ മഹത്വം ഇങ്ങനെ പറയാൻ നിന്നാൽ അത് തീരാതെ അവസാനിക്കാതെ അനന്തമായി നീണ്ടുപോകും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ബിസ്മിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട്. അത് ഒരു നിശ്ചിത തവണ നാം ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാനത് ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് വളരെ ആത്മാർത്ഥമായിട്ട്
അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കും എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആദ്യമായി കലം എഴുതിയത് ബിസ്മിയാണ്. അങ്ങനെ ആ ബിസ്മി നിങ്ങൾ എന്തെഴുതുമ്പോഴും ആദ്യം ബിസ്മി എഴുതുക. അത് എഴുതിയാൽ വായിക്കുകയും ചെയ്യണം. ബിസ്മി എഴുതി കഴിഞ്ഞാൽ ഉടനെ അത് വായിക്കണം. അങ്ങനെ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ ന്യൂനതയൊന്നും കൂടാതെ ബിസ്മി എഴുതി, അയാൾക്ക് അല്ലാഹു 10 ലക്ഷം പുണ്യം രേഖപ്പെടുത്തും. 10 ലക്ഷം പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയും. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ബിസ്മി ഒരാൾ ആദരിച്ചുകൊണ്ട് വളരെ നന്നാക്കി എഴുതിയ കടലാസ് നിലത്ത് കിടക്കുന്നത് ആദരവോടുകൂടി അതെടുത്ത് മാറ്റി ആളുകൾ ചവിട്ടുന്ന ഭാഗത്ത് നിന്നെടുത്ത് മറ്റുള്ള ഭാഗത്തേക്ക് വച്ചാൽ പോലും അവൻ നാളെ പരലോകത്ത് മഹ്ശറിലെ സിദ്ദീഖീങ്ങളുടെ പട്ടികയിലായിരിക്കും, അവരോടുകൂടെയായിരിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് നിലത്ത് വീണെടുക്കുന്നത് എടുത്ത് ആദരവോടുകൂടെ ഉയരമുള്ള സ്ഥലത്തോടെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ ലഭിക്കുന്ന പ്രതിഫലമാണ്. ഒരാൾ ബിസ്മി എഴുതുന്നത് കണ്ടപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, അത് നന്നാക്കി എഴുതുക എന്നുള്ളത്. ഒരാൾ നന്നാക്കി ബിസ്മി എഴുതിയാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ബിസ്മി നന്നാക്കി എഴുതുന്നവന്റെ മുഖം പ്രസന്നമായി തീരും. 4 സൂറത്തിനകത്തുള്ള ബിസ്മി അവതരിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ബിസ്മി നിങ്ങൾ സന്ദേശം, രജിസ്റ്റർ, അതേപോലെ തന്നെ എഴുത്തുകൾ എന്നിവയുടെയെല്ലാം തുടക്കത്തിൽ എഴുതുവിൻ. അതിനു മുമ്പ് എഴുതാറുള്ളത് ബിസ്മിക്കല്ലാഹുമ്മ എന്നായിരുന്നു. അപ്പൊ എന്ത് എഴുതുന്ന സമയത്തും അത് പ്രത്യേകമായിട്ട് എഴുതുന്നത് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും. ഖുർആനിലെ ഒരു സൂറത്ത് തുടങ്ങുന്നതും ബിസ്മി, ഓരോ സൂറത്തും ഖുർആനിലെ തുടങ്ങുന്ന ബിസ്മി കൊണ്ടാണല്ലോ. അത് തന്നെ വലിയൊരു ബഹുമതിയാണ് ബിസ്മിക്ക്. ബിസ്മി ഒരു കടലാസിൽ 21 പ്രാവശ്യം എഴുതി അത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്ന കുട്ടിക്ക് കെട്ടിക്കൊടുത്താൽ പെട്ടെന്ന് സുഖപ്പെടും. അത് ഏത് കുട്ടിക്ക് കെട്ടിയാലും ആഫത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കും എന്നുള്ളതാണ്. 35 പ്രാവശ്യം ബിസ്മി എഴുതിയിട്ട് വീട്ടിൽ കെട്ടിയാൽ അങ്ങോട്ട് ജിന്നിന്റെ, ഷൈത്വാനിന്റെ, ഭൂതപ്രേതാദി വിഷയങ്ങളെ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത്തരം ഷർറുകളെ തൊട്ടൊക്കെ വലിയ കാവൽ ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അസൂയക്കാരുടെ എല്ലാ ഷർറുകളെ തൊട്ടും വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും. മുഹറം മാസത്തിൽ ബിസ്മി 113 പ്രാവശ്യം എഴുതുന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അതേപോലെ തന്നെ വെള്ള പേപ്പറിൽ 101 തവണ അത് കൃത്യമായി നമ്മൾ കച്ചവടം ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ബറക്കത്തുണ്ടാകാൻ കാരണമാകും. കച്ചവടക്കാരും ബിസിനസ്സുകാരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ഇത് പ്രാക്ടിക്കലായി ചെയ്തു നോക്കൂ, വലിയ ബറക്കത്തുണ്ടാവാൻ കാരണമാകും. ഒരു വെള്ള പേപ്പറിൽ 1000 തവണ ബിസ്മി എഴുതി അവനവൻ തന്നെ ചുമന്നാൽ അവന്റെ ശത്രുക്കളെല്ലാം അവനെതിരെ നാക്കുകൾ പ്രയോഗിക്കില്ല, അവനെതിരെ അക്രമങ്ങൾ ചെയ്യൂല, അവനെതിരെ അവർ ചിന്തിക്കാൻ പോലുമുള്ള കഴിവുണ്ടാവുകയില്ല. അത്രമേൽ പവറുണ്ട് ആ ബിസ്മിക്ക് എന്നുള്ളതാണ്. ബിസ്മി 70 പ്രാവശ്യം എഴുതിയിട്ട് കഫം പുടവയിൽ വെച്ചാൽ ആ മയ്യത്തിന് ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല. മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അലൈഹിമസ്സലാം ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം നൽകാൻ സാധിക്കുന്നതാണ്. ബിസ്മി ഈയത്തകിടിൽ എഴുതി അത് 3 പ്രാവശ്യം എഴുതി അത് വലയിൽ കെട്ടി അതുകൊണ്ട് മത്സ്യം പിടിക്കുമ്പോൾ മത്സ്യങ്ങൾ 4 ഭാഗത്തു നിന്നും കൂട്ടം കൂട്ടമായി വന്ന് വല നിറയും. ഒരിക്കലും താൻ വിചാരിക്കാത്തത്ര മത്സ്യങ്ങൾ. അത് മത്സ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അമല് കൂടെയാണ്. ബിസ്മിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ അനന്തമായി നീണ്ടുകിടക്കുകയാണ്. അത്രമേൽ ഫലങ്ങൾ. നമ്മൾ എത്ര തവണ ബിസ്മിയെക്കുറിച്ച് പറഞ്ഞു. ബിസ്മിയുടെ ഓരോ അമലുകളും പറയുമ്പോഴേക്ക് അത് പൂർത്തിയാക്കാൻ കഴിയാതെ നമ്മൾ അവസാനിപ്പിക്കാറാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ബിസ്മി 66 തവണ ശുദ്ധമായ ഒരു കൂജയിൽ എഴുതിയിട്ട് അത് ഏത് രോഗിയെ കുടിപ്പിച്ചാലും സുഖപ്പെടും എന്നുള്ളതാണ്. ജിന്നിനെ പിടിച്ചു കെട്ടാൻ അതിലെ അക്ഷരങ്ങൾ ഒരു നീല തുണി കഷ്ണത്തിൽ എഴുതി അതിന്റെ ഒരറ്റം കത്തിച്ച് രോഗിക്ക് മണപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഷർറുകളെ തൊട്ടൊക്കെ വലിയ ഇളകി പറയുന്ന സമയത്തൊക്കെ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ചില അമലുകളുണ്ട്. അതിൽ സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് അതൊന്ന് ആ രോഗിയെ മണപ്പിക്കുക എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു അമലാണ്. ജിന്ന് അതേപോലെ ശൈത്വാനിയത്തുള്ള വിഷയങ്ങൾക്കൊക്കെ നമ്മൾ ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട്. ഇത് ചെറിയ രൂപത്തിൽ നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ കാണാം ശുദ്ധമായൊരു പാത്രം നിറയെ ബിസ്മി അള്ളാ എന്നുള്ളത്, ബിസ്മിൽ അള്ളാ എന്നുള്ളത് ആവർത്തിച്ച് എഴുതി അത് മായ്ച്ച് വെള്ളം ബോധം കെട്ടവന് മേൽ തെളിച്ചാൽ അവന് ബാധിച്ച പിശാചൊക്കെ കരിഞ്ഞുപോയി നല്ല ബോധം വരും എന്നുള്ളതാണ്. പാമ്പോ തേളോ കടിച്ചാൽ ബിസ്മി ഒറ്റ അക്ഷരത്തിൽ എഴുതി പിന്നെ ഒറ്റ അക്ഷരത്തിൽ തന്നെ സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ എന്ന ആയത്ത് എഴുതിയിട്ട്
ആ വെള്ളം എഴുതി അത് കുടിച്ചു കഴിഞ്ഞാൽ ആ രോഗം വളരെ പെട്ടെന്ന്, ആ വിഷം വളരെ പെട്ടെന്ന് ഇറങ്ങിക്കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് അമലുകൾ. തലവേദനയ്ക്ക് അർറഹീം എന്നുള്ളത് ഒറ്റക്ഷരത്തിൽ 21 തവണ എഴുതി അത് ചുമന്നാൽ തലവേദന ശിഫയാകാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ അമലുകളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മൾ ബിസ്മിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദുആ ആരാണോ ചൊല്ലുന്നത് അവരുടെ ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളതാണ്. ഏതാണ് ഇതിൽ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഇത് ഫുള്ളായിട്ട് നല്ല വലുപ്പത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മളിത് ക്ലിയർ ഉള്ള ഇതിന്റെ ഫോട്ടോ നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ബിസ്മിയുടെ ദുആ ആണ്. എന്താണ് ഈ ബിസ്മിയുടെ ദുആ? ഈ ദുആഇനെ 118 പ്രാവശ്യം ആരെങ്കിലും ദുആ ചെയ്യുക. അങ്ങനെ 118 പ്രാവശ്യം ദുആ ചെയ്ത് അത് അള്ളാഹുവിനോട് അവന്റെ ആവശ്യം പറയുക. അങ്ങനെ പറയുന്ന ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നടക്കാത്ത ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ആഗ്രഹത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഈ ഒരു ദുആ, ബിസ്മിയുടെ ദുആ, നിങ്ങൾ ബിസ്മിയുടെ ദുആ കേട്ടിട്ടുണ്ടോ? ആ ബിസ്മിയുടെ ദുആ ആണത്. ഇത് എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുക, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ല ഫലം കിട്ടാൻ കാരണമാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരിക്ക് കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إني أسألك بفضل بسم الله الرحمن الرحيم وبحق بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر أمري واشرح صدري بحق كاف ها يا عين صاد حاميم عين سين قاف ألف لام ميم ألف لام ميم صاد ألف لام ميم را حاميم لا إله إلا هو الحي القيوم بسر الهيبة والقدرة بسر الجبروت والعظمة اجعلني من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. ഇതിലിപ്പോ ബിസ്മി ഇതൊക്കെ അക്ഷര ശുദ്ധിയോടുകൂടെ കൃത്യമായിട്ട് ചൊല്ലണം. ഇതിലിപ്പോ ഖുർആനിലെ തുടക്കത്തിലുള്ള അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളുണ്ട്. അതാണ് ബിഹഖി എന്ന് കഴിഞ്ഞിട്ട് കാഫ് ഹായ ഐൻ സ്വാദ്. ഒക്കെ ജസ്റ്റ് ചൊല്ലുമ്പോ അങ്ങനെ ചൊല്ലിയാൽ മതി. നിയമം അനുസരിച്ചൊക്കെ ചൊല്ലുമ്പോ അതിന് നിയമങ്ങളൊക്കെ ഉണ്ട്. കാഫ് ഹായ എന്ന് പറയുമ്പോൾ നീട്ടേണ്ട സ്ഥലങ്ങളുണ്ട്. അത് ആ മദ് അനുസരിച്ച് നീട്ടിയിട്ടാണ്. ഐൻ സ്വാദ് എന്ന് പറയുന്നിടത്ത് ഐൻ എന്ന് പറയുമ്പോൾ നൂനുണ്ട്, സാക്കിനായ നൂന്. അത് കഴിഞ്ഞാൽ സ്വാദ് വരുമ്പോൾ ഇഖ്ഫ ആണ് നിയമം. അപ്പൊ അവിടെ മറച്ചു മണിക്കണം. ഐൻ സ്വാദ് അങ്ങനെ പറയണം. അതേപോലെ തന്നെ ഹാമീം ഐൻ സീൻ ഖാഫ് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ജസ്റ്റ് ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലിയാൽ മതി. നല്ലോണം ചൊല്ലാൻ അറിയുന്നവർ അതേപോലെ ചൊല്ലുക. അതേപോലെ തന്നെ വഫ്അലി കഥ എന്ന് പറയുന്ന ഭാഗത്ത് ആ കഥ എന്ന് പറയുന്ന സ്ഥലത്തുമ്പോൾ നമ്മുടെ ആവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നമ്മൾ ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് ചൊല്ലുന്നത് ആ ആവശ്യം പ്രത്യേകമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ ആത്മാർത്ഥമായിട്ട് 118 തവണ ബിസ്മിയുടെ ഈ ദുആ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞ് ദുആ ചെയ്താൽ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഇദ്നില്ലാഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണോ എന്താണോ നിയ്യത്ത് കരുതിയിട്ട് ചൊല്ലുന്നത് ആ നിയ്യത്തുകൾ അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട ഞായറാഴ്ച 10 മണിക്കാണ്, റമളാൻ മാസം അല്ലാത്ത ദിവസങ്ങളിൽ. അതേപോലെ തന്നെ
നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ, നമ്മുടെ മക്കളെയൊക്കെ ദീനി ചിട്ടയിൽ വളർത്തുന്നതിന്റെ ആവശ്യകത നമുക്കറിയാം. ഏത് രൂപത്തിലാണ് അവർ വളർന്നു വരുന്നതെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റാത്ത രൂപത്തിലാണ്. നമ്മൾ നല്ല മക്കളാണെന്ന് വിചാരിക്കുന്നു, ദീനി ചിട്ടയിൽ വളരുന്നവരാണെന്ന് വിചാരിക്കുന്നു, വലിയ പ്രശ്നങ്ങളും ചൊറകളൊന്നും ഇല്ലാന്ന് കരുതുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. പല സംഭവങ്ങളും സംഭവിക്കുമ്പോഴാണ് അവർ ലഹരിക്ക് അടിമയാണെന്ന് അറിയുന്നത് കുറെ കഴിയുമ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ നമ്മുടെ മക്കളെ നല്ല ഒരു ആത്മീയമായ അവരെ വളർത്താൻ പറ്റുന്ന രൂപത്തിൽ നല്ല ഒരു ദർസ് സംവിധാനത്തിൽ, ദീന് പഠിക്കുന്ന സംവിധാനത്തിലിരുന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ്. നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കാവുന്നതാണ്. താല്പര്യമുള്ള രക്ഷിതാക്കള് നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് വരാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ തരും. അതിനനുസരിച്ച് നിങ്ങൾ വരിക. അപ്പോൾ നമ്മൾ ഒരുവിധം പറ്റുന്ന കുട്ടികളൊക്കെ ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്നവരല്ലേ, അവർ നമ്മൾ ഒരുവിധം തീരെ അലിഫും ബാവും അറിയൂല, തീരെ എഴുതാനും വായിക്കാനും അറിയൂല, അങ്ങനത്തെ ഒരു പിന്നെ എടുത്തിട്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ലല്ലോ എന്ന് എഴുതിയിട്ട് ഒരു വിധമൊക്കെ നമ്മൾ നോക്കിയിട്ട് എടുക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.